ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ സ്വന്തം കാസ്റ്റുഡൻ മല്ലു വീണ്ടും വന്നിരിക്കുന്നു. ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഗൈസ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ആഷിഖിനെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളങ്ങനെ കാലിക്കറ്റ് ബീച്ചിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് ബീച്ചിൽ ഇപ്പോൾ എത്താറായിട്ടുണ്ട് നമ്മൾ ഏകദേശം. ഇപ്പോൾ സമയം ഏകദേശം എത്രയിടാ 8:45 രാവിലെ. നമ്മൾ അവനെ 8 മണിക്കത്തെ ഫ്ലൈറ്റിന് കയറ്റി വിട്ട് നമ്മളങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബീച്ചിലേക്ക് പോകുന്ന വഴി ഫുള്ള് ബ്ലോക്കാണ്. കാരണം സ്കൂളിൻ്റെയും മറ്റേ ഡ്യൂട്ടി ടൈമിലായത് കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഗൈസ്, ബീച്ചിലെത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ പോകുന്ന വഴി ഇതാണ് കേട്ടോ. പോകുന്ന വഴി ഇങ്ങനെ ഒരു കുറച്ച് പഴയ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയ ആണിത്. സൗത്ത് ബീച്ച് കാലിക്കറ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. പഴയ ഒരു ഏരിയ ആണൊക്കെ ഉണ്ട്. ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അതാണൊക്കെ ഉള്ളത്. അതായത് ഒരു പഴയ ട്രഡീഷൻ, നമ്മൾ ഓടൊക്കെ ഇട്ട ബിൽഡിങ്, പഴയ ബിൽഡിങ്. അതിൻ്റെ ഇടയിൽ ഓരോരോ നല്ല നല്ല ബിൽഡിങ് ഉണ്ട് കേട്ടോ. കുറേ സൈഡിലൊക്കെ കുറേ ലോറിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ചിലപ്പം രാത്രി വെച്ചതായിരിക്കാം. നല്ല വൈബുള്ള സ്ഥലം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൊസ്റ്റാൾജിയ പിടിച്ച സ്ഥലം. അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിലേക്ക് എത്തി ഗൈസ്. ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല പബ്ലിക് ആണെന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്ത് കഥയെന്നറിയില്ല. ബീച്ചിലേക്ക് എത്തിയിട്ട് നോക്കിയാൽ മാത്രമേ അറിയൂ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒന്ന് ബീച്ചിലേക്കൊന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. കുറേ ആൾക്കാരെല്ലാം കാണുന്നുണ്ട് ഇവിടെ നോക്കുമ്പം. പബ്ലിക് ഉണ്ടെന്നാണ് തോന്നുന്നു. രാത്രിയിലെ അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല. പകലായതുകൊണ്ട് ഇപ്പം രാവിലെ തന്നെ അല്ല. അപ്പം എന്തായാലും ആൾക്കാർ അതിൻ്റെതായ ഒരു കുറവുണ്ടാവും. നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ആൾക്കാരും പിന്നെ ഇവിടെ കച്ചവടമെല്ലാം കാണുന്നുണ്ട്. നമുക്ക് ബലൂണും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പം ആൾക്കാർ വരാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മളെങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാലിക്കറ്റ് ബീച്ചിൽ ഇതാണിപ്പോൾ കാലിക്കറ്റ് ബീച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ബീച്ച്. ബീച്ചിൻ്റെ അടുത്ത് ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം ക്ലോസ് ആണ്. ഇപ്പം എല്ലാം ക്ലോസ് ആക്കി വെച്ചിന്. കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് അവിടുന്ന്. പബ്ലിക്കിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് വിചാരിച്ച പോലെയുള്ള അത്രയൊന്നും ആളില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആയതുകൊണ്ടും പിന്നെ വെയിലും അല്ല, അതുകൊണ്ടായിരിക്കാം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഷോപ്പ് കാര്യങ്ങളെല്ലാം അടച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബീച്ച്. ബീച്ച് നല്ല ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷമാണുണ്ട് കാലിക്കറ്റ് ബീച്ചിലേക്ക് രണ്ടാമത് വരുന്നത്. കുറേ നാൾ മുമ്പ് വന്ന് കഴിഞ്ഞ നാട്ടിൽ വന്ന സമയത്ത് വന്നതായിരുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലിന് ചൂടറിയുന്നില്ലെങ്കിലും വെയിലടിക്കുമ്പോൾ കണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ. കുറേ ആൾ വീഡിയോ എടുക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ കടൽ ആസ്വദിക്കുന്നുണ്ട്. കടലിൽ കുളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറ്റത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സെറ്റപ്പിലെല്ലാം ഇങ്ങോട്ടേക്ക് വന്നത്. ഗൈസ്, നമ്മളങ്ങനെ ബീച്ചിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. കടലിൽ ഇത്രത്തോളം അടുത്തെത്തിയിട്ടുണ്ട്. കടൽ നല്ല ശാന്തമായിട്ടുള്ള കടലുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള കടലൊന്നുമല്ല. കടൽ നല്ല ശാന്തമായിട്ട് കുളിക്കാൻ പറ്റിയ കടലല്ല. അപ്പോൾ എന്താ പറയുക, കുളിക്കണം എന്നല്ല നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പില്ല. അങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു മോഹം അവിടെ തന്നെ ഇല്ലാതാക്കി. ആൾക്കാരിൽ കുറവുണ്ട്. കുറേ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. വേറെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇങ്ങോട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ഫുഡെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല. പകലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് നേരം തുറക്കുമായിരിക്കും കേട്ടോ. തുറക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇവിടുത്തെ നമ്മളെ ചെറിൻ്റെ ഐസല്ലേ അതിനെക്കുറിച്ചെല്ലാം കാണിച്ചു തരുന്നതാണ്. ഉണ്ടാവുമെന്നറിയില്ല, നോക്കി നോക്കാം. നമ്മൾ കണ്ടൊരു കാഴ്ച, 2 പേര് ഇവിടെ വലറിയുന്നുണ്ട് ഈശോല. അവസ്ഥ അറിയില്ല, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ.
കടൽ കുറവ് കാരണം അവർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട് കേട്ടോ. നടന്നു പോയി ഏകദേശം അവർ അരയോളം വെള്ളമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വീശി മറ്റവർ വീശാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും കിട്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു മീൻ എന്തായാലും അവർ കിട്ടട്ടെ. അങ്ങനെ ആശാൻ വലയും കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നുമില്ല കേട്ടോ, ഇപ്പോഴൊന്നും കിട്ടിയില്ല. അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെറിയാൻ പോകുന്നുണ്ട് കേട്ടോ. ചെറിയാൻ വേണ്ടി ഫുൾ സെറ്റപ്പിൽ പോകുന്നുണ്ട്. അങ്ങനെ അവർക്ക് കുറച്ച് നേരത്തെ ഒക്കെ വലറിഞ്ഞപ്പോൾ കിട്ടിയ മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവർ നമ്മളോട് വീഡിയോയിൽ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബക്കറ്റിലുള്ള ഞണ്ടുണ്ട്, കുറേ ഞണ്ടുണ്ട് കേട്ടോ. കുറേ ഞണ്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കുറേ മീനുകളുണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഇത്രയും മീനുകൾ ഇവർ പിടിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കാലിക്കറ്റുള്ള നമ്മളെ ഷമീർക്ക, നമ്മളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ. അപ്പം മൂപ്പർ ഇതാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഫിഷിങ് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് നല്ലൊരു ഹോട്ടലുണ്ട്. എന്താ പേര് റെസ്റ്റോറൻറ്റ്? സ്വാദിഷ്. എവിടെ വരുന്നത്? NIT വരുന്ന സ്വാദിഷ് റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളിയാണ് ഈ കാണുന്നത്. ഇൻഷാല്ലാ. അപ്പോൾ കണ്ടതിലും പരിചയപ്പെട്ടതിലും താങ്ക്സ്. ഇൻഷാല്ലാ കാണാം. എന്തായാലും ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വരാണെങ്കിൽ അങ്ങോട്ട് വരാം. ഓക്കെ, ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ കടകളെല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ തട്ടുകടയെല്ലാം തുറക്കലായി. അപ്പുറം ഒന്ന് തുറന്നിട്ടുണ്ട്, ഈച്ച ഒന്ന് തുറന്നിട്ടുണ്ട്. ഇതെല്ലാം തുറന്ന് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇവിടെ കുറേ സ്നാക്സ് ഉണ്ട് കേട്ടോ. സ്നാക്സും ചായപ്പൊടിയാണ്. ഇപ്പുറം കുറേ ഉപ്പിലിട്ട വണ്ടിയുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടുണ്ട് കേട്ടോ ബീച്ചിലേക്ക്. ആൾക്കാരിൽ ഒരുപാട് വന്നുകൊണ്ട് കുറേ പബ്ലിക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. ഇതിലൂടെ ഈ ഫുട്പാത്തിലൂടെ കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഈ ബാക്ക് സൈഡിലൊക്കെ നോക്കുക കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇവിടുത്തെ തന്നെ നമ്മളെ ഭായിമാർ കുറേ ആളിവിടെ കളിപ്പാട്ടങ്ങൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഭായിമാർ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ ഭായിമാരുണ്ട്. നമുക്കങ്ങനെ വിശപ്പ് സഹിക്കാനില്ല. രാവിലെ തന്നെ നാസ്ത കഴിക്കാത്ത കാരണം, ഭക്ഷണം കഴിക്കാത്ത കാരണം നമുക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഹോട്ടൽ തപ്പി നടക്കുന്നുണ്ട്. ഫൈനലി കുറേ ഹോട്ടൽ സെർച്ച് ആക്കി, എവിടെയും കാണാത്ത കാരണം നമ്മൾ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് നമ്മളെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ആടെ ഇപ്പോൾ എന്തുണ്ടാകുന്ന അറിയില്ല കേട്ടോ. കണ്ടിട്ട് ഒരു പഴയ ഹോട്ടൽ നമുക്കുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ. നോക്കി നോക്കാം എന്താ ഉള്ളതെന്ന്. എന്തായാലും നല്ല വിശപ്പുണ്ട് ഗായ്സ്. നമ്മളങ്ങനെ വീണ്ടും തിരിച്ചു വന്നു. ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് വലിയ കൊള്ളൂല്ല കേട്ടോ. സാധാ ഫുഡ്, ബില്ലൊന്നും പറയാനൊന്നുമില്ല. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആ പഴയ ടേസ്റ്റ് ഒന്നുമില്ല ഇപ്പോൾ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് തിരിച്ചിതാ അതിലെയും പിന്നെയും നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചമാറിതാ ഇപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ് നല്ല തണുത്ത കാറ്റാണുള്ളത്. വെയിലുണ്ട്, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടറിയുന്നില്ല. കാരണം നല്ല തണുത്ത കാറ്റുണ്ടായത് കാരണം. നോക്കൂ ഗായ്സ്, കാലിക്കറ്റ് ബീച്ചിലാണ്, കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം വന്ന് നല്ല കുറച്ച് റഷ് ആയിക്കൊണ്ടുണ്ട്. ശരിക്കും ഇങ്ങനെ റഷ് ആയിക്കൊണ്ടുണ്ട്. ഇപ്പുറ സൈഡിലും നല്ല ആൾക്കാർ വന്നുകൊണ്ട് നോക്കുക. ആൾക്കാർ വന്ന് ബീച്ച് നല്ലോണം ഫുള്ളാകുന്നുണ്ട്. അതായത് ഇന്ന് ഫ്രൈഡേ ആണ്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. വീടിന് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല ആൾക്കാർ വരും. ഇവിടെ ഷോപ്പുകളെല്ലാം ഫുൾ ഓപ്പൺ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ആക്കി നോക്കണമെന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ എന്ത് കഥയെന്നുള്ളത്. ഓക്കെ, ഇവിടെ ആൾക്കാർ വരുന്നുണ്ടോ എന്താ അവസ്ഥ എന്നല്ല. നമുക്ക് കുറേ ആയാലും ഇങ്ങോട്ട് വരാത്ത ഇവിടുത്തെ ബീച്ചിൻ്റെ അവസ്ഥ എന്താണെന്നല്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇരിക്കാൻ. ക്ലൈമറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളി, നല്ല കാറ്റ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചൂട് കാര്യങ്ങളൊന്നുമില്ല. ഭയ്യാ ഇല്ലേ സവാരിക്കുന്നേ 100 വേറെ നേരത്തേക്ക് എല്ലാവർക്കും ഒരേ പ്രൈസാ? കുതിര സവാരിക്ക് ഇവിടെ വരുന്നത് 100 റുപ്പീസാണ് കേട്ടോ. ആയിരിക്കും എല്ലാവർക്കും ഒരേ പ്രൈസ്. കുട്ടികൾക്കായാലും വലിയ ആൾക്കായാലും എല്ലാവർക്കും ഒരേ പ്രൈസാണ് വരുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് അങ്ങ് കാണുന്ന അങ്ങ് കുറച്ച് ദൂരത്തേക്ക് മാത്രമേ സവാരി ഇല്ലൂ. 100 രൂപയല്ലോ കേട്ടോ.
കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ഉപ്പിലിട്ടത് അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെരൻ്റെ ഐസ് ഉണ്ട്. ചെരൻ്റെ ഐസ് നമ്മൾ ചെരൻ്റെ ഐസിന് എന്ത് ഫ്ലേവറിൽ ചാ? മധുരം ഉപ്പും പുളിയും ഇതൊന്നുണ്ടേ ഒരു മിക്സ് കൊടു എത്തിക്കണോ തിന്നു നോക്കട്ടെ എന്താ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം ഗൈസ്. നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മൾ ഇത് തിന്നാണ്ട് പോകുന്നത് മോശമല്ല. തൊണ്ടവനൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഇത് ടേസ്റ്റ് നോക്കി ഇതാ ഐസെല്ലാം ചിരണ്ടി എടുത്ത് ഇതാ മിക്സിങ് എടുത്തിട്ടുണ്ട്. അതെന്തല്ല ഇച്ച മാങ്ങയും മാങ്ങ പപ്പായ ബീട്രൂട്ട് ഞാൻ ഷുഗറാ ഷുഗറും കൂടെ ആഡാക്കി ഇച്ച ഇങ്ങനെ കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നമ്മളെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് പേരെന്താ നമ്മളെ പരിപ്പല്ലേ പരിപ്പും കൂടി നിങ്ങളോട് ആക്കിയതാ ഇല്ലാതെ അരിച്ച് പഠിച്ച് നോക്കി അങ്ങനെ ഉണ്ടെന്ന് അടുത്തതിലേക്ക് ചേരണമെന്നുണ്ട് ഐസ് എങ്ങനെയുണ്ട് ഈ പറോ കിട്ടില്ല അങ്ങനെ ചേരൻ്റെ ഐസ് ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മിക്സാണ് ഇത് കടലിട്ടില്ല നോക്കട്ടോ. സാധനം കിടിലം ഒരു രക്ഷയില്ല മോനെ. ആ പുളിയും ബീട്രൂട്ട് മാങ്ങ ഐസെല്ലാം കൊടുക്കില്ല ഒരു പുളി ഒരു രക്ഷയില്ല. ചെറുക്കേണ്ട ആ പുളിയില്ല പറഞ്ഞറിയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. മുമ്പ് നമ്മൾ വന്നിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ല ഇല്ലാതെ മുമ്പ് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടല്ലേ മാറ്റമൊന്നുമില്ല. അടിപൊളി സൂപ്പർ സൂപ്പർ കിടിലം. ഗൈസ് നമ്മളങ്ങനെ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് നമ്മൾ അങ്ങനെ പോകുന്നു. ജുമാ നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിൻ്റെ അവിടെ വന്ന് വണ്ടി എടുത്ത് ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.